ഒമാനിൽ 2 ദിനങ്ങളിലായി സംഘടിപ്പിച്ച 13ാമത് മസ്കറ്റ് മാരത്തണിൽ വൻ ജനപങ്കാളിത്തമാണ്. 90-ലധികം രാജ്യങ്ങളിൽ നിന്നായി 15,000-ഓളം പേരാണ് മാരത്തണിൽ പങ്കെടുത്തത്. ഒമാന്റെ ടൂറിസം മേഖലയിൽ പുതുചരിത്രം രചിച്ചാണ് ഒമാൻ മസ്കറ്റ് മാരത്തണിന് സമാപനമായത്. 2 ദിവസങ്ങളിലായി നടന്ന മാരത്തണിൽ 94 രാജ്യങ്ങളിൽ നിന്നുള്ളവർ അണിനിരന്നു. 15,000-ലധികം പേർ പങ്കെടുത്തതായാണ് റിപ്പോർട്ട്. അൽഖുവൈർ സ്ക്വയറിലായിരുന്നു ഇത്തവണത്തെ മാരത്തൺ. ഫുൾ മാരത്തൺ, ഹാഫ് മാരത്തൺ, 10 കിലോമീറ്റർ, 5 കിലോമീറ്റർ, ഫൺ റൺ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായിട്ടായിരുന്നു മാരത്തൺ. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ മാരത്തണിന്റെ ഭാഗമായി. ഫുൾ മാരത്തണിലെ പുരുഷ വിഭാഗത്തിൽ വിക്ടർ കെംവെ 1ാം സ്ഥാനം നേടി. തമാം അബ്ദുള്ളയ്ക്ക് 2ാം സ്ഥാനവും അബേബെ ഷിമൽസ് 3ാം സ്ഥാനവും നേടി. വനിതാ വിഭാഗത്തിൽ യെനിനബേബെ എജീഗോ 1ാം സ്ഥാനവും കോലി ചിന്തേബെ ലാംബെ അബേബെ എന്നിവർ 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. ഹാഫ് മാരത്തൺ വിഭാഗത്തിൽ പുരുഷ വിഭാഗത്തിൽ എമിൽ ഡെനിൻസനാണ് 1ാം സ്ഥാനം. വനിതാ വിഭാഗത്തിൽ എജിഗ സെലിനെത്തും കിരീടം നേടി. 10 കിലോമീറ്റർ ഓട്ടത്തിൽ പുരുഷ വിഭാഗത്തിൽ നാമൻ അൽ അസാവിക്കും വനിതാ വിഭാഗത്തിൽ അഗ്നീസ്ക ഒസ്മോലയ്ക്കുമാണ് കിരീടം. മാരത്തണിന്റെ വിജയം ഒമാന്റെ കായിക സാഹസിക ടൂറിസം മേഖലയ്ക്ക് വലിയ കരുത്താകുമെന്ന് പൈതൃക ടൂറിസം മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അസാൻ ബിൻ ഖാസിം അൽ ബുസൈദി പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.